വാഴയ്ക്ക ശരിക്കും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിപ്പോയി. ഇത് കുറച്ച് കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, കാന്താരിമുളക്, ഇത്രയുള്ള സവാള എടുക്കാം. അറിയില്ല, ചോദിക്കാം. 250 രൂപ കൂടുതൽ എന്തായാലും ഇല്ല. അല്ല, 1 കിലോ ആയിട്ട് അല്ല അതറിയില്ല. ഒരു കിലോയ്ക്കല്ല, 1 കിലോ ആയിട്ട് കിട്ടില്ലല്ലോ. ഒരു കോഴിയായിട്ടല്ലേ കിട്ടണേ. അതെന്തായാലും ഒരു 2 കിലോ അടുത്തുണ്ടാവും ഒരു കോഴി. ശരിക്കും വഴണ്ട് വന്നു. കാന്താരിമുളകില്ലേ, പച്ചമുളക്. കാന്താരിമുളകാണ് ടേസ്റ്റ്. ഇവിടെ ഒത്തിരി ഉണ്ടായി, അതുകൊണ്ടാണ്. നന്നായിട്ടായിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു പറ ചോറുണ്ണാൻ ഇത് മതി. ഇനി ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ പൊക്കത്തോടി കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഓയിൽ എനിക്ക് പറ്റില്ല, അതുകൊണ്ട്. നമ്മൾ വാഴക്കക്കറി ഉണ്ടാക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊടിയായിട്ട് നമ്മൾ മറ്റേ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള, മുളക് പൊടി ഇട്ടിട്ടില്ല, മസാലപ്പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഉള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ചുവന്നുള്ളി, കാന്താരിമുളക്, നമ്മുടെ കറിവേപ്പില, ഇത്ര ഇട്ടാണ് നമ്മൾ വഴറ്റിയത്. പിന്നെ കാന്താരിമുളകാണ് ടേസ്റ്റ് കൂടുതൽ. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇടുക, ഇല്ലെങ്കിൽ വറ്റൽമുളക് ഇടുക, അത് നല്ലതാണ്. പിന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വേവിക്കുക. ഒരു 2 വിസിൽ വരെ വന്നാൽ മതി. 3 വിസിൽ വരെ ഞാൻ അടിച്ചത് കൊണ്ടാണ് അത് ഇച്ചിരി ഓവറായിട്ട് കുക്കായിപ്പോയത്. 2 വിസിൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. ഒരു പറ ചോറുണ്ണ നല്ല ടേസ്റ്റ്. ഓവർ നമ്മൾ പൊടികളൊന്നും ഇട്ട് കുളവാക്കാതിരുന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഓവർ പൊടികൾ അതിന് കൊള്ളില്ല. ഇനി അടുത്ത തവണ നമ്മൾ വേറെ രീതിയിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് എന്താണ്. എന്നാൽ ഇത് അടിപൊളിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരമായി, ചോറിന സമയമായി. ഇന്ന് നേരത്തെ ഡിന്നർ കഴിക്കും. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.